നമ്മളിന്ന് റംബൂട്ടാൻ വിളവെടുക്കാൻ പോവുകയാണ്. ഇത് മൂത്ത് പഴുത്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാതും. നമ്മളിങ്ങനെ റെഡ് കളറായതാണ് പൊട്ടിച്ചെടുക്കാൻ പോണത്. കുറേയൊക്കെ ഒരു പച്ച കളറിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഈ മഞ്ഞ കളറ്, റെഡ് കളറ് രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ കളറിലുള്ളതാണ് നമ്മൾ പൊട്ടിച്ചെടുക്കാനായിട്ട് പോണത്. കറക്റ്റ് ഇങ്ങനെ ഈ മരത്തുമ്പോൾ തന്നെ ലൈവായിട്ട് നമുക്ക് പൊട്ടിച്ചെടുത്ത് കഴിക്കാൻ പറ്റുന്നത് ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കടയിൽ പോയി വാങ്ങിക്കണോ അല്ലെങ്കിൽ കടയിൽ വിൽക്കാൻ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവായിട്ട് നേരിട്ട് കാണുന്നത്. അത് നമ്മൾ തന്നെ കൃഷി ചെയ്തിട്ട് അത് പൊട്ടിച്ചെടുക്കാൻ പറ്റുക, വിളവെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വിളവെടുത്ത് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ റംബൂട്ടാൻ്റെ അടുത്ത് തന്നെ ജാതിക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിലൊരെണ്ണം പൊട്ടിച്ചെടുക്കാറായതാണ്. കണ്ടോ, ഇതിങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്നതാണ് തൊണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാൻ പാകമായിട്ടുണ്ടെന്ന് തന്നെ അർത്ഥം. നമ്മളൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ജാതി പാകമായോ എന്ന് നമുക്കറിയാം. നമ്മുടെ റംബൂട്ടാൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ബഡ് മരങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാനും ബുദ്ധിമുട്ടില്ല. ഒരുപാട് ഹൈറ്റിലുള്ളതൊക്കെയാണ് നമ്മൾ തൊട്ടി വെച്ചൊക്കെ പൊട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ കൈവച്ച് പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ജാതി മരം ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും അതിൽ നന്നായിട്ട് ജാതിക്കൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ജാതിക്ക എന്തായാലും പൊട്ടിച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെ തൊണ്ട് പൊളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ജാതിക്ക പൊട്ടിച്ചെടുക്കുക. കണ്ടോ, എന്ത് ഭംഗിയാലേ കാണാൻ. പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ എന്താ പറയുക, ആർട്ടിസ്റ്റിക് മൈൻഡോട് കൂടിയിട്ടാണ്. ശരിക്കും ദൈവം ഒരു കലാകാരൻ എന്ന് പറയുന്നത് പല പാട്ടുകളിലും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഡിസൈൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ആ ജാതിപത്രിയുടെ തന്നെ ആ ഒരു റെഡും ബ്ലാക്കും കോമ്പിനേഷനിലൊക്കെ. അപ്പോൾ നമ്മൾ ഈ തൊണ്ട് നമ്മൾ അച്ചാറിടാനും ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ വേറെ പല മരുന്നുകളിലേക്കും ഉപയോഗിക്കും. വൈൻ ഉണ്ടാക്കും ഈ ജാതിയുടെ ഈ തൊണ്ട് വെച്ചിട്ട്. ജാതിപത്രിയും എല്ലാം ഉപയോഗപ്രദമായിട്ടുള്ളൊരു പാർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിവിടെ പറമ്പിൽ കൃഷി ചെയ്തിട്ടുള്ള റംബൂട്ടാൻ്റെ ഒരു ഇനം എന്ന് പറയുന്നത് ലഗാൻ എന്ന് പേര് ഒരു ഇനത്തിൽ പെട്ടതാണ് ഈ റംബൂട്ടാൻ. നമ്മൾ ഈ മഴ പെയ്തപ്പോൾ കുറച്ച് കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ കാരണം കുറച്ച് കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു കൊലയിൽ ഒരു 10-30 എണ്ണമൊക്കെ ഉണ്ടാവും ശരിക്കും. അപ്പോൾ കുറേയൊക്കെ നമുക്ക് മൂത്ത് പഴുത്ത് നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ ആവുന്നേ ഉള്ളൂ. പച്ച കളറിൽ നിൽക്കുന്നതൊക്കെ ഒന്നും നമ്മളിപ്പോൾ പൊട്ടിക്കില്ല. അങ്ങനെ ഒരുമിച്ച് ഒരു കൊലയിൽ നിന്ന് ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. ചിലത് അങ്ങനെ പഴുത്തിട്ടുണ്ടാവില്ല. ഒരു കൊലയിൽ 2-3 എണ്ണമൊക്കെ അങ്ങനെ പഴുക്കാത്തുണ്ടാവും. അപ്പോൾ നമ്മളത് നിർത്തി ബാക്കിയുള്ളത് പൊട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യണത്. ഇത് നാടൻ റംബൂട്ടാനാണ് കേട്ടോ. ഇത് ബഡല്ല, ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഹൈറ്റിൽ പോകുന്ന മരമാണ്. ബഡല്ലാത്തതുകൊണ്ട് തന്നെ നാടൻ. പക്ഷെ അത് കായ്ച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും വലിപ്പമായപ്പോഴേക്കും കായ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ചും കൂടിയും കളർ വ്യത്യാസമുണ്ട്. നല്ല റെഡായിട്ടായിരിക്കും ഇത്. ബഡിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് വ്യത്യാസമുള്ളത്. ഇതിൻ്റെ കളർ നല്ല ചുവപ്പ് കളറായിരിക്കും ഇതിൻ്റെ നന്നായിട്ട് മൂത്ത് പഴുത്ത് കഴിയുമ്പോൾ. കുറച്ചേ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. വേറൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം. ഇത് ഒരു പേരയുടെ ചെടിയാണ്. കണ്ടോ, ഇത്രേ ആയിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ. ചെറിയൊരു തൈ, മരത്തിൻ്റെ ഇതിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, കിലോ പേര എന്നാണ് ഇതിൻ്റെ പേര് പറയുക. അതായത് നല്ല വെയിറ്റിൽ പേരക്കായ ഉണ്ടാവും, നല്ല വലിപ്പത്തിൽ. കണ്ടോ, ഇത്രയും ചെറിയ ചെടി ആയപ്പോഴേക്കും ഇത്രയും ഇതിൽ കായ്ച്ച് നമുക്കത് മൂത്ത് പാകമായി പൊട്ടിക്കാനായിട്ട് നിൽക്കുകയാണ്. കിലോ പേര എന്നാണ് കേട്ടോ അതിന് പറഞ്ഞത്. മേടിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള പേര നമുക്ക് അറിവുള്ളൂ. ഇത്രയേ ഉള്ളൂ തൈ, പേരത്തൈ. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കായ്ച്ചതാണ് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള പേരയ്ക്കാണ് ഇത് നട്ടതിന് ശേഷം. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാൻ പോവാണ് നമ്മൾ. അതിന് വെയിറ്റ് കാരണം അതിൻ്റെ കൊമ്പ് ചാഞ്ഞ് താഴത്തേക്ക് വന്നൊക്കെയാണ് കേട്ടോ പേരക്കായുടെ വെയിറ്റ് കാരണം. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാൻ പോവാണ്. നമ്മളിവിടെ വെച്ച് കഴിക്കില്ല, ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കുള്ളൂ. ആദ്യമായിട്ടുണ്ടായതല്ലേ, എല്ലാവർക്കും കൊടുക്കാം. ഉണ്ട്. നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ച് സമ്പുഷ്ടമായി നല്ല ഹെൽത്തി ആയിട്ടുള്ള പേരയ്ക്ക. അപ്പോൾ
വീണ്ടും ഇതുപോലെ പൊളിഞ്ഞ് പാകമായിട്ട് പൊട്ടിക്കാൻ നിൽക്കുന്ന ജാതിക്ക പൊട്ടിച്ചെടുക്കുകയാണ് അച്ഛൻ. ഇവിടെ കൈക്കോട്ടൊക്കെ പിടിച്ച് കൈക്കോട്ട് എന്തിയ കർഷകനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ കർഷകശ്രീ അവാർഡ് മേടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കളിയാക്കിയതല്ല കേട്ടോ, ശരിക്കും നമ്മൾ അത്രയും കുറേ വെറൈറ്റി സാധനങ്ങൾ എവിടെ കണ്ടാലും ഇതുപോലെയുള്ള ചെടികളായാലും കായ്ക്കനികൾ തരുന്ന മരങ്ങളാവുന്ന അതൊക്കെ ആയാലും ഒക്കെ ആൾ മേടിക്കും. നമ്മൾ മെയിനായിട്ട് മണ്ണുത്തി ആ ഭാഗത്തു നിന്നൊക്കെയാണ് ഈ ഇത്തരത്തിൽ ബഡ് തൈകളായാലും ഒക്കെ മേടിക്കണത്. അപ്പോൾ മേടിച്ച് പറമ്പിൽ നമ്മൾ നട്ടിട്ടുള്ളത് മണ്ണുത്തി ആ ഭാഗങ്ങളിലാണ് കൂടുതൽ ഇതുപോലെ നഴ്സറികളും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറൈറ്റി സന്തൂൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ആ ഭാഗത്തു നിന്നൊക്കെ മേടിച്ചിട്ടാണ്. മാംഗോസ്റ്റിൻ നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഓൾറെഡി ഒരു വ്ളോഗിൽ മുമ്പത്തെ വ്ളോഗുകളിലൊക്കെ ഞാൻ മാംഗോസ്റ്റിൻ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് മാംഗോസ്റ്റിൻ കായ്ച്ച് തുടങ്ങിയിട്ടില്ല. കണ്ടു, ഇതും ബഡാണ്. ഇത് ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരുപാട് ഹൈറ്റിൽ പോവില്ല, നമുക്ക് വിളവെടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ മാംഗോസ്റ്റിനൊക്കെ കായ്ച്ച് നല്ല മൂത്ത് പഴുത്ത് നിൽക്കുന്ന സമയത്ത് എന്തായാലും ഒരു വ്ളോഗ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് കഴിച്ച് കാണിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും കൊതി കിട്ടും അല്ലേ? എനിക്ക് കൊതി കിട്ടും എല്ലാവരുടെയും. ഇനി നമ്മൾ റംബൂട്ടാൻ കഴിക്കുന്ന ഒരു ചടങ്ങിലേക്ക് പോവുകയാണ്. ലൈവായിട്ട് നമ്മൾ പറിച്ചെടുത്ത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ പൊട്ടിച്ച് അവിടെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ കഴിക്കും. വേണമെങ്കിൽ കണ്ടു കൊതിച്ചോ എല്ലാവരും. ഇത് നമ്മൾ ജൈവവളങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള, അങ്ങനെ നമ്മൾ കായ്ച്ച് അല്ലെങ്കിൽ ഇത് എടുത്തിട്ടുള്ള സംഭവമാണ് വിളവെടുക്കുന്നത്. അത് കാരണം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള, ശരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് റംബൂട്ടാൻ. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും അങ്ങനെ ഒരുപാട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. കുറേ ഔഷധ ഗുണങ്ങളുണ്ട് റംബൂട്ടാൻ. ഞാനൊരു റംബൂട്ടാൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗുണങ്ങൾ. നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. ഒരുപാട് ഹെൽത്തി എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ. നല്ല വിലയുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നോമ്പ് കാലത്തൊക്കെ നല്ല വിലയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്. അതിനുണ്ട് ചേ, നല്ല മധുരമുള്ളതാണ്. നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, റെഡ് കളറും യെല്ലോ കളറും, മഞ്ഞയും ചുവപ്പും കളറിലുള്ള റംബൂട്ടാൻ്റെ തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ട്, ബഡ് തൈകൾ. ജാതിക്കാത്തോട്ടം എന്ന് മാത്രം പറയാൻ പറ്റില്ല, കാരണം കുറേ സംഭവങ്ങൾ നമ്മളിവിടെ പറമ്പിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് ജാതിക്കാത്തോട്ടം പാട്ട് ഇതിനൊട്ടും സൂട്ടബിൾ ആയിരിക്കില്ല. ഉള്ളില്ലാത്ത ചെറിയാണ്, കണ്ടു കഴിഞ്ഞാൽ ആപ്പിളിന് തുല്യമായിട്ടിരിക്കും. ഇതിൻ്റെ ടേസ്റ്റ് ചവർപ്പ് കലർന്ന മധുരമാണ്. ബഡ് തൈയല്ല ചേ, പൊളിച്ചെടുക്കുക. കണ്ട, ഇങ്ങനെ നമ്മൾ ഈ തേങ്ങയൊക്കെ ഉടയ്ക്കുമ്പോൾ 2 മുറിയായിട്ട് കിട്ടില്ല, അതുപോലെയാണ്. അതാണ് കുറച്ചും കൂടി എളുപ്പം. ഇങ്ങനെ നെടുകെ മുറിക്കുന്നതിനേക്കാളും നടുക്ക് ഭാഗത്ത് മുറിച്ച് 2 കഷ്ണങ്ങൾ കണ്ട് ഇതുപോലെ കിട്ടും. നമുക്ക് വേണ്ട, ഇത് കളയാം. നമ്മൾ ഈ ഫ്രൂട്ട് ഇങ്ങനെ കഴിക്കുക. ഇതിനുള്ളിലൊരു കുരുണ്ട്, അത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ വയലിട്ട കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ തൊണ്ടയിൽ ഇരിക്കാനായിട്ട് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഫ്ലഷി ആയിട്ടുള്ള ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം മുറിച്ച് കൊടുക്കണതായിരിക്കും കുട്ടികൾക്ക് കുറച്ചും കൂടി നല്ലത് കേട്ടോ, സേഫ്റ്റി. അല്ലെങ്കിൽ ഒരു തൊണ്ടയിലൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കുക. എന്താ എല്ലാം മധുരമുണ്ട്. എല്ലാവരും കൊതി എനിക്ക് കിട്ടട്ടെ. ടാറ്റാ. അപ്പോൾ നന്നായിട്ട് പഴുത്ത് പാകമായിട്ടുള്ള മഞ്ഞയും ചുവപ്പും കളറിലുള്ള സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള റംബൂട്ടാൻ നമ്മൾ വിളവെടുത്ത് കൊടുത്തിട്ടുണ്ട്. പറ്റാവുന്നത്ര നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് വീഡിയോയിൽ തുടക്കത്തിൽ കാണിച്ച പോലെ ഒരു കൊലയിൽ ചിലതൊന്നും പഴുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മളവിടെ പഴുക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്, മൂത്ത് പാകമാവാനായിട്ട് നിർത്തിയിട്ടുണ്ട്. കുറച്ച് ഓർഡറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളും എൻ്റെ ഓഫീസിലുള്ള കുറച്ച് സ്റ്റാഫുകളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ പോസിറ്റീവ് വൈബ്സ് ഓൺലി. ടാറ്റാ.